ഹായ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രിങ് ആണ്. സോ സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനാണ് ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നത്. ഇപ്പോൾ സപ്പോസ് സാധാരണ ഒരു സ്ട്രിങ് നമ്മൾ കാണുന്നത് ഫോർ എക്സാമ്പിൾ പ്രിൻ്റ്, നമുക്കൊരു സ്ട്രിങ് കോഡ്സിനകത്താണ് കൊടുക്കുക. അത് സിംഗിൾ കോഡ്സ് ആവാം അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് ആവാം. അപ്പോൾ ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാനത് റണ്ണ് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് മെസ്സേജ്. അതൊരു സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ എനിക്ക് മറ്റു പല രീതിയിലും ഒരു വേരിയബിളായിട്ട് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു വേരിയബിൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിളായിട്ട് സെയിം മെത്തേഡിൽ ഹലോ എന്ന് എനിക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് പ്രിൻ്റ് എ കൊടുത്തു കഴിഞ്ഞാലും ഈ സെയിം രീതിയിലായിരിക്കും നമുക്കത് വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി സപ്പോസ് എനിക്കിതുപോലെ ഒരു സിംഗിൾ വാല്യൂ അല്ല മൾട്ടിപ്പിൾ ലൈൻസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. വാല്യൂസ് ഞാൻ ഇതുപോലെയാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് സിംഗിൾ കോഡ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുമ്പോൾ അത് മറ്റൊരു ക്യാരക്ടറായിട്ടായിരിക്കും പൈത്തൺ അത് എടുക്കുക. സോ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ സിംഗിൾ കോഡ്സിന് പകരമായിട്ട് ട്രിപ്പിൾ കോഡ്സ് ആണ് യൂസ് ചെയ്യുക. ഇതുപോലെ ട്രിപ്പിൾ കോഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം മെത്തേഡായിട്ട് നമുക്കവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ട്രിപ്പിൾ സിംഗിൾ കോഡ്സോ അല്ലെങ്കിൽ ട്രിപ്പിൾ ഡബിൾ കോഡ്സോ നമുക്കിവിടെ യൂസ് ചെയ്യാം. ട്രിപ്പിൾ കോഡ്സിനകത്ത് നമുക്ക് വാല്യൂസ് ടൈപ്പ് ചെയ്ത് മൾട്ടിപ്പിൾ ലൈൻസുകൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതുപോലെയും നമുക്ക് സ്ട്രിങ്ങുകൾ പൈത്തണിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇതേ സമയത്ത് നമുക്ക് ഇൻഡെക്സിങ്ങും അവൈലബിൾ ആണ് സ്ട്രിങ്ങിനകത്ത്. സപ്പോസ് ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പിൾ വേർഡ് ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ എ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി ആ ഹലോ വേൾഡ് ആണ് അവിടെ കിട്ടുക. അതിന് പകരമായിട്ട് സപ്പോസ് എനിക്കൊരു സെക്ഷൻ മാത്രമാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് വേണ്ടത്. ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, സ്ക്വയർ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുക. സപ്പോസ് ഞാൻ 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടെ കിട്ടുന്നത് ഇ എന്ന് പറയുന്നതാണ്. കാരണം ഇതിൽ എച്ച് എന്ന് പറയുന്നത് 0th ഇൻഡെക്സ് ആണ്, ഇ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇ കിട്ടുന്നത്. അതേപോലെ തന്നെ 1ന് പകരം ഞാൻ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് എൽ ആയിരിക്കും അവിടെ കിട്ടുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് സ്ട്രിങ്ങിൽ സ്ലൈസിങ്ങും പോസിബിൾ ആണ്. സ്ലൈസിങ് മീൻസ് എനിക്ക് 2ന് പകരമായിട്ട് 2:5 എന്ന് കൊടുക്കുകയാണ്. നമ്മൾ ഇൻഡെക്സിൽ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇൻഡെക്സ് 2 തൊട്ട് 5 വരെയുള്ള വാല്യൂസ് എനിക്കിവിടെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ 2:5 എന്നാണ് നമ്മളവിടെ കൊടുക്കുക. അതിന് പകരമായിട്ട് ഞാൻ വെറും 5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ തൊട്ട് 0th ഇൻഡെക്സ് തൊട്ട് 5th ഇൻഡെക്സ് വരെയുള്ള വാല്യൂ ആയിരിക്കും എനിക്കവിടെ കിട്ടുക. ഇൻഡെക്സിങ് പഠിച്ച സമയത്ത് നമ്മളിതൊക്കെ ഓൾറെഡി കണ്ടതാണ്. ഈ സെയിം സാധനം സ്ട്രിങ്ങിന് പകരം നമ്മൾ അറേയിൽ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ സ്ട്രിങ്ങിനകത്ത് അപ്ലൈ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. സോ ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0th ഇൻഡെക്സ് തൊട്ടുള്ളത് നമുക്കവിടെ കിട്ടുകയാണ് ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചും ചെയ്യാവുന്നതാണ്. സപ്പോസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവിടെ കിട്ടുക. അതായത് 5th ഇൻഡെക്സ് തൊട്ട് ലാസ്റ്റ് ഇൻഡെക്സ് വരെ ഉള്ള വാല്യൂസ് കിട്ടണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റിലാണ് കൊടുക്കുക. സോ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനെയാണ് നമ്മൾ സ്ലൈസിങ് എന്ന് പറയുന്നത്. സോ സ്ട്രിങ്ങിനകത്തും നമുക്ക് ഈ സ്ലൈസിങ് അവൈലബിൾ ആണ്. ഓക്കെ, സോ അതുപോലെ തന്നെ സപ്പോസ് എനിക്ക് ഈ ടോട്ടൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണണം എന്ന് വിചാരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് len എന്ന് പറയുന്ന ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ബ്രാക്കറ്റിൽ നമ്മുടെ വേരിയബിളിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇവിടെ നമുക്ക് 11 ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 11 ആണ് വരുന്നത്. ഇവിടെ h എന്ന് പറയുന്നത് 1 2 3 4 5 ദെൻ 6 എന്ന് പറയുന്നത് അവിടുത്തെ സ്പേസും കൂടെ കൺസിഡർ ചെയ്യും. 7 8 9 10 11. സോ 11 ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ഇതേപോലെ തന്നെ നമുക്ക് പിന്നെയും ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് സ്ട്രിങ്ങിനകത്ത് അവൈലബിൾ ആണ്. സോ ഇങ്ങനെയൊരു സെൻറ്റൻസ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതിനകത്തുള്ള ഒരു വാല്യൂ എനിക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ
നമുക്കത് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ വാല്യൂസ് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കോട്ട്സിനകത്ത് ഞാൻ IMP ലേൺ എന്നുള്ള വാല്യൂ ഒരു സ്ട്രിങ് കൊടുക്കുകയാണ്. ഈ IMP ലേൺ അതിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. സോ അങ്ങനെയാണെങ്കിൽ ദാറ്റ് വാല്യൂ കൊടുത്തതിന് ശേഷം ഇൻ എവിടെയാണ് വരുന്നത്, എയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ അത് ട്രൂ ആണ്, കാരണം IMP ലേൺ എന്ന് പറയുന്നത് അതിൽ അവൈലബിൾ ആണ്. അതിന് പകരമായിട്ട് ഞാൻ സം അതർ വേർഡ്, മേ ബി ഫ്രീ എന്ന് പറയുന്ന ഒരു വേർഡ് അതിലുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്ന സമയത്ത് അതവിടെ ഫോൾസ് ആയിട്ടാണ് കിട്ടുന്നത്. സോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു വേരിയബിളിനകത്ത് പെർട്ടിക്കുലർ ടെക്സ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ മെത്തേഡിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വാല്യൂസിനെ അപ്പർ കേസ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ എ എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ എ ഡോട്ട് അപ്പർ എന്ന് പറയുന്നൊരു ഫങ്ഷൻ നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. സോ അത് നോക്കിയാൽ ആ സെൻറ്റൻസ് എല്ലാം അപ്പർ കേസിൽ നമുക്ക് അവിടെ കിട്ടും. അത് തന്നെ നമുക്ക് ലോവർ കേസും അവൈലബിൾ ആണ്. സോ ലോവർ കേസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ലോവർ കേസിൽ അവിടെ കിട്ടും. നമ്മൾ ആക്ച്വലി കൊടുത്തതിനകത്ത് ഇതൊക്കെ ക്യാപ്സ് ആയിരുന്നു, പക്ഷേ എല്ലാം നമുക്ക് ലോവർ കേസിൽ. അതുപോലെ തന്നെ മറ്റു പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ എ ഡോട്ട് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ലോവർ, അപ്പർ, ക്യാപിറ്റലൈസ്, കേസ്, ഫോൾഡ്, സെൻറ്റർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. ഇതിലേത് യൂസ് ചെയ്തിട്ടും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഈസ് ലോവർ, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ഓപ്ഷൻസ് ആണ് നമുക്കവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് കൺകാറ്റിനേഷൻ എന്ന് പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് സ്ട്രിങ്ങിനകത്ത് വരുന്നുണ്ട്. നമ്മൾ സ്ട്രിങ്ങിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇതൊരു സിംഗിൾ വേരിയബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് ഞാൻ വേണമെങ്കിൽ ഇത്രയും ടേം ഞാൻ ഈ ഒരു IMP ലേൺ എന്ന് പറയുന്നത് മാത്രം ഞാൻ വേറൊരു വേരിയബിളായിട്ട് കൊടുക്കുകയാണ്. ബി എന്ന് പറയുന്നൊരു വേരിയബിളിൽ ഞാൻ ഈ സാധനം കൊടുക്കുകയാണ്. ഇനി ഈ രണ്ടെണ്ണവും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മേ ബി C = A + B എന്ന് പറഞ്ഞ് എനിക്ക് കൺകാറ്റിനേഷൻ കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം ഞാൻ C പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ രണ്ടും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. സോ C എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാൻ രണ്ട് സ്ട്രിങ് കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യാണ് അവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലെ നമുക്ക് എത്ര സ്ട്രിങ്സുകൾ വേണമെങ്കിലും കൺകാറ്റിനേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്ട്രിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്ട്രിങ്ങും അതേപോലെ തന്നെ ഇൻറ്റിജറും കൂടെ നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, രണ്ട് വേരിയബിൾ നമുക്കിവിടെ ജസ്റ്റ് കൊടുത്തു നോക്കാം. മേ ബി ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു വേരിയബിളാണ്. അതിൽ ഞാൻ ഇങ്ങനെ എഴുതാം, ഹലോ മൈ നെയിം ഈസ് രാജ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാനവിടെ കൊടുക്കുന്നുണ്ട്. മേ ബി 25 എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. സോ ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൈ നെയിം ഈസ് രാജ് എന്നും ഐ ആം 25 എന്നും എനിക്ക് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ പ്രിൻറ്റിൽ ടെക്സ്റ്റ് പ്ലസ് ഏജ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാനിത് റണ്ണ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് നമുക്ക് എറർ കാണിക്കും. കാരണം ഒരു കൺകാറ്റിനേഷൻ ചെയ്യണമെങ്കിൽ സ്ട്രിങ് ആയിരിക്കണം, ഇൻറ്റിജറും സ്ട്രിങ്ങും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു എറർ നമുക്കവിടെ വരും. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് സ്ട്രിങ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രിങ് ഫോർമാറ്റിന് വേണ്ടിയിട്ട് ടെക്സ്റ്റിനകത്താണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ txt ഡോട്ട് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ദെൻ ബ്രാക്കറ്റിനകത്ത് ഏജ് ഞാനവിടെ കൊടുക്കുകയാണ്. ഈ ഒരു ടെക്സ്റ്റിനകത്തേക്ക് എനിക്ക് ഏജ് എന്ന് പറയുന്ന ഇൻറ്റിജർ കൊടുക്കണം. സോ ഏജ് എന്ന് പറയുന്ന ഇൻറ്റിജറാണ് കൊടുക്കേണ്ടത്. ഇത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. സോ ഐ ആം എന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ഏജ് കിട്ടേണ്ടത്. സോ അത് എവിടെ കിട്ടണോ അവിടെ നമ്മളൊരു ബ്രേസസ്, ഡബിൾ ബ്രേസസ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്ത് വെക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളതിൻ്റെ ഫോർമാറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ റണ്ണ് ചെയ്യുന്ന സമയത്ത് നിങ്ങളവിടെ നോക്കിയാൽ കാണാം, ഹലോ മൈ നെയിം ഈസ് രാജ് ആൻഡ് ഐ ആം
25 എന്ന് പറയുന്ന ഇൻറ്റിജർ എനിക്കിവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഞാൻ എവിടെയാണോ ആ ഡബിൾ ബ്രേസസ് യൂസ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും ഈ ഫോർമാറ്റിനകത്ത് കൊടുക്കുന്ന ഏജ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. സപ്പോസ് നമുക്ക് വേറൊരു രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഈ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളൂടെ എക്സ്ട്രാ കൊടുക്കുക എന്ന് വിചാരിക്കുക. സപ്പോസ് എനിക്ക് ഈ രാജ് എന്ന് പറയുന്നത് മാറി വരുന്ന ഒരു വേരിയബിളാണ്. രാജ് എന്ന് പറയുന്നത് പിന്നീട് എനിക്ക് മേ ബി സം അതർ നെയിം എനിക്ക് കൊടുക്കണം എന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ കൂടെ നമുക്ക് മേ ബി നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ കൊടുക്കാം. എന്നിട്ട് അവിടെ രാജ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടുത്തെ ഈ രാജ് ഒഴിവാക്കിയതിന് ശേഷം അവിടെ ഞാൻ ഡബിൾ ബ്രേസസ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്തു. ഇവിടെയാണ് എനിക്ക് നെയിം പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ എന്ത് ചെയ്യണം? ആദ്യം നെയിമാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, പിന്നെ ഏജ് ആണ് വരേണ്ടത്. സോ ഞാനിവിടെ ആദ്യം നെയിം കോമ ഏജ് എന്ന് ഫോർമാറ്റിനകത്ത് കൊടുക്കുകയാണ്. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ഹലോ മൈ നെയിം ഇസ് രാജ് ആൻഡ് ഐ ആം 25. സോ ഈ രാജിന് പകരമായിട്ട് മേ ബി സം കുമാർ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് ആ വേരിയബിളിന് എന്താണോ പുതിയ വാല്യൂ അതായിരിക്കും എനിക്ക് പ്രിൻ്റ് ആവുക. ഈ ഏജിനും അങ്ങനെ തന്നെ. മേ ബി ഞാൻ ഐ എം പുട്ടിങ് അറ്റ് 35 ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാല്യൂ അതിനനുസരിച്ച് എനിക്കിവിടെ ചേഞ്ച് ചെയ്ത് കിട്ടും. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി സപ്പോസ് എനിക്ക് ഇതുപോലെ കുറേ വേരിയബിൾസ് വരുന്നുണ്ട്, എനിക്കിത് ഓർഡറിൽ തന്നെ കൊടുക്കണ്ട എന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ. മേ ബി ടെക്സ്റ്റിൽ അവിടെ ഈ ഏജിൻ്റെ കൂടെ പ്ലേസ് എന്ന് പറയുന്നൊരു സെക്ഷനും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് പ്ലേസ് ഇസ് കേരള. ഓക്കെ, അതും ഞാൻ കോട്ട്സിൽ സ്ട്രിങ് ആയിട്ട് കൊടുക്കുകയാണ്. ഫ്രം എനിക്ക് കേരള എന്ന് കാണിക്കണം. സോ ഈ ഫ്രമിന് ശേഷം ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ സപ്പോസ് ഇവിടെ 3 എണ്ണേ ഉള്ളൂ, നമുക്ക് കുറേ വാല്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാനിവിടെ നെയിം കൊടുത്തു. മേ ബി ഫസ്റ്റിൽ ഞാൻ പ്ലേസ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. സോ ഇത് ഞാൻ ഇങ്ങനെ തന്നെ റൺ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹലോ മൈ നെയിം ഈസ് കേരള എന്നാണ് വരിക. കാരണം പ്ലേസ് ആണ് നമ്മളിവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത്. സെക്കൻഡാണ് നെയിം കൊടുത്തിട്ടുള്ളത്. നെയിം ആയിരിക്കും എനിക്ക് ഐ ആം എന്ന് പറയുന്നതിൻ്റെ അവിടെ വരിക. ദെൻ ഫ്രം എന്ന് പറയുന്നിടത്തായിരിക്കും 35 വരിക. സോ ഇങ്ങനെ കൊടുത്തതിൽ നമുക്ക് വേണമെങ്കിൽ ബ്രേസസിനകത്ത് ഓർഡർ നമുക്ക് കൊടുക്കാവുന്നതാണ്. സോ ബ്രേസസിൽ നമുക്കിവിടെ പ്ലേസ് എന്ന് പറയുന്നത് 0th പൊസിഷനിലുള്ളതാണ്. ഈ പ്ലേസ് എനിക്ക് എവിടെയാണ് വരേണ്ടത്? ഫ്രമിൻ്റെ എവിടെയാണ് വരേണ്ടത്. അവിടെ ഞാൻ 0 കൊടുക്കുന്നു. നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനാണ്. ഇൻഡെക്സിങ് നോക്കുമ്പോൾ നമുക്ക് നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനാണ്. ആ നെയിം നമുക്ക് വരേണ്ട എവിടെയാണ്? ഇവിടെയാണ്. സോ 1 കൊടുക്കുന്നു. ഏജ് എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനാണ്, അത് ഇവിടെ വരണം. അതിവിടെ ഞാൻ 2 കൊടുക്കുന്നു. ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്കത് കറക്റ്റ് ഓർഡറിലായിരിക്കും കിട്ടുക. സോ ഇതുപോലെ ഉള്ള സ്ട്രിങ് ഫോർമാറ്റ് നമുക്കിതിനകത്ത് യൂസ് ചെയ്തുകൊണ്ട് സ്ട്രിങ്ങിനകത്തേക്ക് നമുക്ക് അതർ വേരിയബിൾസ് ആയിട്ടുള്ള ഇൻറ്റിജറോ അതുപോലെയുള്ള മറ്റ് വാല്യൂസുകളൂടെ കൺകാറ്റിനേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് സ്ട്രിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ. ഇതുപോലെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ നമുക്ക് സ്ട്രിങ്ങിനകത്ത് അവൈലബിൾ ആണ്. ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, സോ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.